രാജ്യത്ത് നടുക്കിയ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പറയുക. പ്രതി കുറ്റക്കാരനാണ് എന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തിയിരുന്നു. രാജ്യവ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിലാണ് സിയാൽദ കോടതിയുടെ വിധി. പ്രതിയും മെഡിക്കൽ കോളേജിലെ സിവിക് വളണ്ടിയറുമായിരുന്ന സഞ്ജയ് റോയ്ക്കെതിരെ CBI ചുമത്തിയ കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു. ആന്തരിക പരിശോധനാ ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയുള്ള CBI വാദമാണ് സിയാൽദ കോടതി ജഡ്ജി അനിർബാൻ ദാസ് അംഗീകരിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ വിശദീകരിച്ച കോടതി ഇരയോട് കാണിച്ച ക്രൂരതയ്ക്ക് വധശിക്ഷയോ 25 വർഷം തടവോ ലഭിക്കാമെന്ന് വിധി പ്രസ്താവത്തിനിടെ പ്രതിയോടായി പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 64 10 വർഷത്തിൽ കുറയാത്തതാണെന്നും സെക്ഷൻ 66 25 വർഷമോ വധശിക്ഷയോ ലഭിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയായിരുന്നു സഞ്ജയ് റോയ്. വിധി കേൾക്കാൻ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ കുടുംബം കോടതിയിൽ ഹാജരായിരുന്നു. കുടുംബം അർപ്പിച്ച വിശ്വാസത്തെ കോടതി മാനിച്ചതായി പെൺകുട്ടിയുടെ അച്ഛൻ ജഡ്ജിനോട് വികാരാധീനനായി പറഞ്ഞു. സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സഞ്ജയ് റോയുടെ വാദം കൂടി കേൾക്കുമെന്ന് കോടതി അറിയിച്ചു. വിധി പറയുന്നത് കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് കോടതിയിൽ ഒരുക്കിയിരുന്നത്. കോടതിക്ക് പുറത്ത് സംഘടിച്ച വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.